ശ്രദ്ധിച്ചു, 4 ടേം തന്നിട്ടുണ്ട്. ഈ 4 ടേമിന്റെ പേരുകൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്. ഇതിലെ പേരുകളാണ് 1ഉം 4. ഇതിലെ പേരുകളാണ് 2ഉം. ഇതിനകത്തൊക്കെ എത്ര പേരുണ്ട് ടോട്ടൽ? ടോട്ടൽ പെയർ is equal to 2 അല്ലേ? അപ്പൊ 2 പെയറുകൾ, ഈ പെയറുകളുടെ സമ്മ്, ഇതിന്റെ ടോട്ടൽ സമ്മ് എന്ന് പറയുന്നത് 100 ആണെന്ന് വിചാരിച്ചു. എത്രയാണ്? 100. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു പെയറിന്റെ സമ്മ് എത്രയായിരിക്കും? ടോട്ടൽ 100 ആണ്. ടോട്ടൽ പെയർ ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. മനസ്സിലായോ? ടോട്ടൽ പെയർ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 പെയറിന്റെ സം എത്രയായിരിക്കും? സം ഓഫ് 1 പെയർ, സം ഓഫ് 1 പെയർ എത്രയായിരിക്കും? 100/2 ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും? 50. അതായത് ഫസ്റ്റും ഫോർത്തും കൂടി ആഡ് ചെയ്താൽ, ഫസ്റ്റ് പ്ലസ് ഫോർത്ത് ആഡ് ചെയ്താൽ എത്ര കിട്ടും? 50. സെക്കൻഡും തേർഡും കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടും? 50 കിട്ടും. മനസ്സിലായോ? മനസ്സിലായോ? ഏതെങ്കിലും ഒരു നമ്പർ സെറ്റ്. ഇത് കാര്യം സെറ്റാണോ? സെറ്റാണോ എല്ലാവർക്കും? എത്ര പേരുണ്ടെന്ന് നോക്കുക അതിനകത്ത്. ആദ്യം ആ പേരിനനുസരിച്ച് ടോട്ടൽ സമ്മിനെ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പൊ ഇതിനകത്ത് ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 2 പേർ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നോക്കിയേ, ഈ സെക്കൻഡും തേർഡും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുമോ നമ്മൾ പറഞ്ഞേ? 50. 2 നമ്പർ എടുത്തേ. ഞാനിപ്പോ സെക്കൻഡും തേർഡുമായിട്ട് ഒരു 20, വെരി ഗുഡ്, 20ഉം 30ഉം എടുക്കുന്നു. സെറ്റല്ലേ? 20ഉം 30ഉം എടുക്കുന്നു. എത്ര കിട്ടി? 50 കിട്ടി. ഇനി 20ഉം 30ന്റെ ഡിഫറൻസ് എത്രയാ? കോമൺ ഡിഫറൻസ് എത്രയാ? 30 - 20 is equal to 10. ആ 10നെ ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ എത്ര കിട്ടും? 40. ഇവിടെ ആ 10നെ കുറച്ചു കൊടുക്കുന്നു. അപ്പൊ എത്ര കിട്ടും? 10. അപ്പൊ ഇവിടെ പേര് എത്ര തന്നെയാ? 50 അല്ലേ? ഇത് കൂട്ടുമ്പോ എത്ര കിട്ടും? മൊത്തം 100 കിട്ടിയില്ലേ? ടേം കിട്ടിയില്ലേ? സീക്വൻസ് എത്രയാണെന്ന് കിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ? ഇനി വേറെ നമ്പർ ഇട്ട് കൊടുക്കാം. വേറെ നമ്പർ പറഞ്ഞേ, ഒരു 23. 23 കൊടുക്കാം. എത്ര കൊടുക്കാം? 3. സെക്കൻഡ്. തേർഡ് ടേം എത്ര വരും? 27. 23, 27, 50 അല്ലേ വരുന്നേ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്ര ആയിരിക്കും? 27ൽ നിന്ന് 23 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 4. ഇങ്ങോട്ട് എത്ര കൂട്ടണം? 4. 4 കൂട്ടുമ്പോ എത്ര കിട്ടും? 31. ഇവിടെ എത്ര കുറയ്ക്കണം? 4 കുറയ്ക്കണം. അപ്പൊ എത്ര കിട്ടും? 19. അത് തന്നെ ആയിരിക്കട്ടെ, 50 അല്ലേ? സമയം എത്ര കിട്ടുക? 100 അല്ലേ? ക്ലിയർ അല്ലേ? അതേപോലെ എങ്ങനെ ഏത് നമ്പർ എടുത്താലും പെയറുകൾ എടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സംഭവം കത്തിയ? ഇതാണ് ഇതിന്റെ ഒരു ഇൻട്രോ എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കിയാൽ അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് 5 ആണ്. സം ഓഫ് ഫസ്റ്റ് 6 ടേംസ് 105 ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ആദ്യം നമുക്ക് ആദ്യത്തെ 6 ടേം, 6 ടേം, ഇതിന്റെ സം ഓഫ് ഫസ്റ്റ് 6 ടേം എത്ര തന്നിരിക്കുന്നത്? 105 അല്ലേ? മൊത്തം എത്ര പെയറുണ്ട്? 2, 4, 6 എണ്ണം ആണെങ്കിൽ 3 പേർ. എടുത്താൽ മതി. 3 പേരുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെയറുകളുടെ എത്ര കിട്ടും? 105/3. കാരണം 3 പേരുണ്ട്. 6 ടേംസ് ആണെങ്കിൽ എത്ര പേര് കാണും? 3 പേർ. 6 ടേം ആണെങ്കിൽ 3 പേര് കാണും. 3 പേരെന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്രയാണ്? 105/3. പേരുകളുടെ സം എത്രയായിരിക്കും? 35. പേരുകളുടെ സം എത്രയായിരിക്കും? 35. സം ഓഫ് പെയർ is equal to 35. 35 പറഞ്ഞാൽ ഏതൊക്കെയാ ഇതിനകത്തുള്ള പേരുകൾ? 1ഉം 6ഉം അല്ലേ? ഫസ്റ്റ് പ്ലസ് 6 എത്ര കിട്ടും? 35. അടുത്ത ഏതാ പേര്? സെക്കൻഡും
അല്ലേ? 35. അടുത്തത് തേർഡും ഫോർത്തും എത്ര വരും? 35. ക്ലിയർ അല്ലേ? ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഒന്ന് നോക്കിയേ. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒന്നാമത്തെ ആറാമത്തെ പേര് 35 രണ്ടാമത്തെ അഞ്ചാമത്തെ പേര് 35 ഇവിടുത്തെ പേരുകൾ എത്രയാന്ന് കിട്ടി? 35 കിട്ടി. ക്ലിയർ അല്ലേ? ഫസ്റ്റ് ടൈം അവർ വന്നിട്ടുണ്ട് എത്രയാ? 5 വന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തേതും ആറാമത്തേതും കൂടി കൂട്ടുമ്പോൾ എത്രയാണോ പറഞ്ഞത്? 35. ഫസ്റ്റ് ടൈം 5 ആണെങ്കിൽ ലാസ്റ്റ് ടൈം എത്ര ആയിരിക്കും? സെറ്റായ സെറ്റായില്ലേ? അല്ലേ? ഇനി നമുക്ക് ഫസ്റ്റ് ടേമും ഉണ്ട് ആറാമത്തെ ടേമും ഉണ്ട്. കോമൺ ഡിഫറൻസ് എടുത്തൂടെ? എങ്ങനെ? ഫസ്റ്റ് ടേം നമ്മൾ പഠിച്ച രീതി. ഫസ്റ്റ് ടേം 5, സിക്സ്ത് ടേം 30. കോമൺ ഡിഫറൻസ് എടുക്കുമ്പോൾ എങ്ങനെ വരും? ആ മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. 30 മൈനസ് 5ഉം 6 മൈനസ് 1ഉം. 30 5 കുറച്ചാൽ 25. 6 കുറച്ചാൽ 5. കോമൺ ഡിഫറൻസ് 5. നമ്മൾ പഠിച്ച മെത്തേഡ്, വേറെ മെത്തേഡിലോട്ട് എടുത്ത് അപ്ലൈ ചെയ്യണ്ട. നമ്മൾ പഠിച്ച എളുപ്പ മെത്തേഡ് ഇതല്ലേ? ടേമുകൾ കിട്ടിക്കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? 5. ഇവിടുന്ന് 5 കൂട്ടി എത്ര കിട്ടും? അടുത്തത് 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 എന്താ ക്ലിയർ ആയില്ല സംഭവം? ഈ ക്വസ്റ്റ്യൻ കണ്ട? ഇത് തേർഡ് ടേം അല്ലേ? ഇത് എത്രാമത്തെ ടേമാ? സെറ്റ് അല്ലേ? മൂന്നാമത്തെ നാലാമത്തെ ടേമും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 20 + 15 35. ക്ലിയർ ആണോ? മൊത്തം എത്ര ടേം ഉണ്ട്? 6 ടേം ഉണ്ട്. മൊത്തം എത്ര ടേം? 6 ടേമിൽ എത്ര പേര്? പേര്. ഇതും ക്ലിയർ ആണ്. അതിൽ ഒരു പേർ എത്രയാ? 35 ആണ്. അങ്ങനെയാണെങ്കിൽ 3 പേരും കൂടി ഇൻറ്റു ചെയ്യുമ്പോ എത്ര കിട്ടും? 35 × 3 എത്ര കിട്ടും? അതല്ലേ ഇതിന്റെ സമ്മ്. ആരും ഒന്നും പറയരുത്. ഇത് മനസ്സിലായോ ഇല്ലയോ? മനസ്സിലായോ? അപ്പൊ ആദ്യം 6 ടേമിന് 3 പേര്, ഒരു പേരിന്റെ സമ്മ് എടുക്കുക. അത് 3 കൊണ്ട് എന്ത് ചെയ്യണം? ടോട്ടൽ പേർ കൊണ്ട് ഇൻറ്റു ചെയ്യണം. മനസ്സിലായോ? സം ഓഫ് പെയർ, സം ഓഫ് പെയർ, സം ഓഫ് വൺ പെയർ കൊടുക്കാം. സം ഓഫ് വൺ പെയർ, സം ഓഫ് വൺ പെയർ ഇവിടെ എത്രയാണ്? 35 ഇൻറ്റു ടോട്ടൽ പെയർ is equal to sum of the term. ക്ലിയർ ആണോ? ഒരു ഇക്വേഷൻ നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാകാം. എങ്ങനെ പറയാം? സം ഓഫ് ദ ടേം കണ്ടുപിടിക്കാൻ എന്ത് കണ്ടുപിടിക്കണം? സം ഓഫ് വൺ പെയർ ഇൻറ്റു ടോട്ടൽ പെയർ. ഇനി ചെയ്തൂടെ? അല്ല, മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അപ്പൊ നമ്മൾ എങ്ങനെ പറയാമെന്ന് പറഞ്ഞ് ഇക്വേഷൻ പറഞ്ഞ് സം ഓഫ് ടേം കണ്ടുപിടിക്കാൻ is equal to സം ഓഫ് വൺ പെയർ കാണുക. സം ഓഫ് വൺ പെയർ ഇൻറ്റു ടോട്ടൽ പെയർ. ടോട്ടൽ പെയർ. ഇത് ചെയ്താൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഏത് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വെച്ച് പറഞ്ഞു തന്നത്. അപ്പൊ നിങ്ങൾക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. മനസ്സിലായ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കണ്ടേ? കിട്ടിയ? നോക്കി എന്താ പറഞ്ഞിരിക്കുന്നത്? സം ഓഫ് ദി 7th and 8th ടേം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 7th 8th ടേം എത്രയാ പറഞ്ഞിരിക്കുന്നത്? 50. പിന്നെ ചോദിച്ചിരിക്കുന്നത് എന്താ? സം ഓഫ് ദി ഫസ്റ്റ് 14th. അപ്പൊ 14 ടേമിന്റെ സമ്മ കാണാൻ പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലായ? സം ഓഫ് ദ ടേം ഓഫ് ഫസ്റ്റ് 14th അല്ലേ? അപ്പൊ ആദ്യം നമ്മൾ ഇതിൽ നിന്ന് എന്തെടുക്കണം? അവരൊരു പെയറിന്റെ സമ്മ തന്നിട്ടുണ്ടല്ലോ. സം ഓഫ് വൺ പെയർ തന്നിട്ടുണ്ട്. ടോട്ടൽ പെയർ കാണണ്ടേ? ടോട്ടൽ പെയർ കാണാൻ എന്ത് മനസ്സിലാക്കണം? എത്ര ടേം ഉണ്ടെന്ന് മനസ്സിലാക്കണം. ടോട്ടൽ ടേം എത്രയുണ്ട്?
14. അങ്ങനെയാണെങ്കിൽ പെയർ എത്ര കാണും? ടോട്ടൽ പെയർ എത്ര കാണും? 14/2. ദാറ്റ് ഈസ് 7 പെയർ. ടോട്ടൽ എത്ര ഉണ്ട്? 7 പെയർ ഉണ്ട്. ഇനി ഇതിനകത്തോട്ട് ഇട്ടുകൂടെ സം ഓഫ് ദ ടേം കാണാൻ. സം ഓഫ് ടേം ഇസ് ഈക്വൽ ടു സം ഓഫ് 1 പെയർ. 1 പെയർ ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാ? 50. ഒരു പെയർ 50 ആണ്. സം കണ്ടോ? പ്ലസ് അല്ലെ ഇൻറ്റു ടോട്ടൽ പെയർ. ടോട്ടൽ പെയർ എത്രയാ? 7. ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടും? 350. ദാറ്റ് ഈസ് സം ഓഫ് ദ ടേം. 14 ടേം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 350 ആയിരിക്കും. ഇപ്പൊ സെറ്റായോ? ഒന്നാണ്. ആദ്യത്തെ 3 ടേം തന്നിട്ടുണ്ട്. 3 ടേമിന്റെ സം എത്ര? 300. ഫസ്റ്റ് ടേം എത്ര? 30. നമ്മൾ നേരത്തെ പഠിച്ച മെത്തേഡ് നോക്കിയേ. 3 ടേമല്ലേ ഉള്ളു. അങ്ങനെ ടേമുകൾ ഓടി ടേം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡിവിഷൻ ചെയ്താൽ മതി അല്ലേ? അപ്പൊ അതിന്റെ മിഡിൽ ടേം കിട്ടത്തില്ലേ? അപ്പൊ എന്ത് ചെയ്യും? 300 ഡിവൈഡഡ് ബൈ ടോട്ടൽ ടേം. ടോട്ടൽ ടേം എത്രയുണ്ട്? 3. അപ്പൊ ആൻസർ എത്ര കിട്ടും? 100. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ? 100 അല്ലേ? എന്താ? അപ്പൊ 100 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിഫറൻസ് എത്ര? 100 കോമൺ ഡിഫറൻസ് എത്ര? 100 മൈനസ് 30. ദാറ്റ് ഈസ് 70. ഇവിടുന്ന് എത്ര കൂട്ടണം? 70 കൂട്ടണം. അപ്പൊ തേർഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 100 പ്ലസ് 70 ഇസ് ഈക്വൽ ടു 170. 170 ആയിരിക്കും വരുന്നത്. ആര് മനസ്സിലായോ? നമ്മൾ നേരത്തെ പഠിച്ചതും ഇപ്പം പഠിച്ചതും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആ വന്നിരിക്കുന്നത്. 5 ടേം ആണെങ്കിലോ? 5 ടേം ആണെങ്കിൽ എന്തായിരിക്കും? 5 ടേമിൻ്റെത് 500 ആണ്. അപ്പൊ എങ്ങനെയാ നമ്മൾ മിഡിൽ ടേം എടുക്കുന്നത്? 5 ടേം ആണെങ്കിൽ മൂന്നാമത്തെ അല്ലേ വരുന്നേ അല്ലേ? അപ്പൊ എങ്ങനെ എടുക്കുന്നേ? 500/5. അപ്പൊ എത്ര കിട്ടും? 100. അപ്പൊ മിഡിൽ ടേം എത്ര കിട്ടി? 100. ഇവിടെ ഒരു ഫസ്റ്റ് ടേം ഉണ്ടായിരുന്നെങ്കിൽ അതുമായിട്ട് ഡിഫറൻസ് എടുത്താൽ പോരെ? മനസ്സിലായോ? ഇവിടെ ഫസ്റ്റ് ടേം 30 ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ കോമൺ ഡിഫറൻസ് എടുക്കുക? 100 മൈനസ് 30/3 മൈനസ് 1. 100 30 കുറച്ചാൽ 70. 3 1 കുറച്ചാൽ 2. ആൻസർ ഈസ് 35. ഇങ്ങനല്ലേ ചെയ്യുന്നേ? ഇതേ മെത്തേഡ് തന്നെ സംഭവം. മനസ്സിലായോ? ക്ലിയർ ആയോ? ഫസ്റ്റ് ടേം 30. മൊത്തം എത്ര ടേം? 4 ടേം. 1 2 3 4. ഇതിന്റെ സമ്മും തന്നിട്ടുണ്ട്. എത്രയാ? 300. ഫസ്റ്റ് ടേമും തന്നിട്ടുണ്ട്. എത്രയാ? 30 അല്ലേ? ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ 30 എടുത്ത് അങ്ങോട്ട് മാറ്റുക. 30 അങ്ങോട്ട് മാറ്റുന്നു. ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം, ഇത് ഫോർത്ത് ടേം അല്ലേ? ഈ 30 അങ്ങോട്ട് പോകുമ്പോഴോ? 300 മൈനസ് 30. ഇവിടെ ബാക്കി ആരുണ്ട്? ഇവിടെ അല്ലേ ഉള്ളു. ആരൊക്കെ ഉണ്ട്? സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ടേം. അപ്പൊ അതിന്റെ ആൻസർ എത്ര കിട്ടും? 270. ഇത് എത്രയും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ക്ലിയർ അല്ലേ? കാരണം ഇവിടുന്ന് ഫസ്റ്റ് ടേം അങ്ങ് പോയല്ലോ അല്ലേ? ഈ 30 അങ്ങോട്ട് പോയില്ലേ? ബാക്കി ഇവിടെ ആരുണ്ട്? സെക്കൻഡ് ടേം ഉണ്ട്, തേർഡ് ടേം ഉണ്ട്, ഫോർത്ത് ടേം ഉണ്ട്. 300 30 കുറച്ച് എത്ര കിട്ടും? 200. അതായത് ഇവരെ 3 പേരെ കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടുമെന്ന് ഇവിടം വരെ സെറ്റ് ആയോ? പറഞ്ഞ കാര്യം പല രീതി നമുക്ക് ചിന്തിച്ചൂടെ? സെറ്റായില്ലേ? ഇനി നോക്കി ഇതിന്റെ പ്രത്യേകത എന്താ? ഈ 3ന്റെയും പ്രത്യേകത എന്താ? മിഡിൽ ടേം ഉണ്ടല്ലോ, കിട്ടുമല്ലോ. മിഡിൽ ടേം ഏതായിരിക്കും? തേർഡ് ടേം അല്ലേ? അപ്പൊ എങ്ങനെയാ കാണുന്നേ? 270 എത്ര ടേം? 3 ടേം. 3. അപ്പൊ എത്ര കിട്ടും? 90. അതായത് മൂന്നാമത്തെ ടേം, തേർഡ് ടേം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 90 അല്ലേ? തേർഡ് ടേം എന്ന് പറയുന്നത് എത്രയാണ്? 90. അപ്പൊ ഇവിടെ അല്ലേ തേർഡ് ടേം? ഇങ്ങനെ എഴുതി വെക്കണം. അപ്പൊ കൺഫ്യൂഷൻ വരത്തില്ല. സെറ്റ് അല്ലേ? നോക്കിയ സ്റ്റെപ്പ് നോക്ക്. തേർഡ് ടേം എത്ര കിട്ടി? 90. ഇനി ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് എങ്ങനെ എടുത്താൽ പോരെ? നമ്മൾ പഠിച്ച മെത്തേഡ് ഏതാ? തേർഡ് ടേം ഏതാ? ഫസ്റ്റ് ടേം 30, തേർഡ് ടേം 90. കോമൺ ഡിഫറൻസ് 90 മൈനസ് 30/3 മൈനസ് 1. 90 30 കുറച്ചാൽ 60. 3 1 കുറച്ചാൽ 2. ആൻസർ ഈസ് 30. ഇത് അങ്ങോട്ട് 30 പോയാൽ പോരെ? ഫസ്റ്റ് ടേം 30 ആണ്, അടുത്ത ടേം 60,
അടുത്ത ടൈം 90. അടുത്ത ടൈം അല്ലേ? ഓക്കെ, ഇപ്പം ചെയ്ത ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മളിപ്പം ചെയ്തല്ലോ. അതിനെ നമ്മൾ ഈ 30 അങ്ങോട്ട് മാറ്റി 270 ആക്കി. ബാക്കി ഈ 3 ടേം വെച്ച് മിഡിൽ ടേം വെച്ച് ചെയ്തു. ഇനി ഇതിനെ പെയർ വെച്ച് എങ്ങനെ ചെയ്യാം അതും കൂടി ഒന്ന് മനസ്സിലാക്കുക. അതേ രീതിയിലും ചെയ്യാം. പെയർ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഫസ്റ്റ് ടേം തന്നിട്ടുണ്ടല്ലോ 30 അല്ലേ, ടോട്ടൽ തന്നിട്ടുണ്ടല്ലോ 300 അല്ലേ. പെയർ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഏതൊക്കെ പെയർ ആയത്? ഇതും ഇതും 1ഉം 4ഉം ഒരു പെയർ അല്ലേ, 2ഉം 3ഉം ഒരു പെയർ അല്ലേ. അപ്പൊ മൊത്തം 4 എണ്ണം വന്നാൽ എത്ര പെയർ കിട്ടും? 4 ടേംസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി 2 പെയർ നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ 6 ടേംസ് ആണെന്നുണ്ടെങ്കിലോ 3 പെയർ കിട്ടും. ഉണ്ടോ പെയറുകൾ? ഇങ്ങനെയാണ് പെയർ എടുക്കുന്നത്. ഇത് ക്ലിയർ ആയല്ലോ. അപ്പോ ഇതിനകത്തുള്ള ടോട്ടൽ സം എത്രയാണ്? 300 ആണ്. അപ്പൊ ഇതിനകത്തുള്ള ടോട്ടൽ പെയർ കൊണ്ട് ഇതിന്റെ ടോട്ടൽ പെയർ എത്രയാണ്? 4 എണ്ണം ആയതുകൊണ്ട് 2 എണ്ണമാണ് ടോട്ടൽ പെയർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ടോട്ടൽ പെയർ കൊണ്ട് നമുക്ക് ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു പെയറിന്റെ സമ്മ് കിട്ടും. പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇങ്ങനെയാണ് 1 പെയർ കിട്ടാൻ ഇതിനകത്തുള്ള ടോട്ടൽ പെയർ എത്രയാണ്? അത് ആദ്യം എഴുതാം. ടോട്ടൽ പെയർ എത്രയാണ്? 4 ടേം ഉണ്ടെങ്കിൽ 2 എണ്ണമാണ് പെയർ. അപ്പൊ ടോട്ടൽ പെയർ 2 ആണ്. ഇനി ടേംസ്, സം ഓഫ് ദി ടോട്ടൽ ടേംസ് എത്രയാണ്? 300 ആണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പെയറിന്റെ സം ഓഫ് 1 പെയർ, സം ഓഫ് 1 പെയർ എങ്ങനെ കിട്ടുന്നത്? സം എത്രയാ? ടോട്ടൽ 300 ബൈ ടോട്ടൽ പെയർ എത്രയാ? 2 ഈക്വൽ ടു 150 ആണ്. ഉണ്ടോ? അപ്പോൾ ഒരു പെയറിന്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? 150 ആണ്. അപ്പോൾ ഇവിടുത്തെ സം ഏതൊക്കെയാ? ഇത് ഫസ്റ്റ് ടേം, അത് നോട്ട് ചെയ്ത് വെക്കാം. ഇത് ഫസ്റ്റ് ടേം. ഇത് എത്രാമത്തെ ടേമാ? സെക്കൻഡ് ടേം. ഇത് എത്രാമത്തെ ടേമാ? തേർഡ് ടേം. ഇത് എത്രാമത്തെ ടേമാ? ഫോർത്ത് ടേം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പെയർ ഏതൊക്കെയാണ്? 1ഉം ഫസ്റ്റും പ്ലസ് 4ത്തും. അടുത്ത പെയർ ഏതാണ്? സെക്കൻഡും തേർഡും. ഇതാണ് പെയറുകൾ. അപ്പൊ ഈ പെയറിന്റെ സം എത്രയാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്? 150. ഇതിന്റെ എത്രയാണ്? 150. ക്ലിയർ അല്ലേ? ഇതിൽ നോക്കിയേ, ഫസ്റ്റ് ടേം 30 ആണ്. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് ടേം എത്ര ആയിരിക്കും? 1ഉം 4ഉം കൂടി കൂട്ടുമ്പോൾ 150 ആണ് അല്ലേ? 1ഉം 4ാമത്തെ ടേമും കൂടി കൂട്ടുമ്പോൾ 150 ആണ്. അപ്പോൾ ഒന്നാമത്തെ ടേം തന്നിട്ടുണ്ട്, എത്രയാ? 30 പ്ലസ് ഫോർത്ത് ടേം തന്നിട്ടില്ല, ടോട്ടൽ 150. അപ്പോൾ ഈ 30 അങ്ങോട്ട് എടുത്താലോ ഫോർത്ത് ടേം കിട്ടത്തില്ലേ? 150 മൈനസ് 30, ദാറ്റ് മീൻസ് 120. അപ്പോൾ ഫോർത്ത് ടേം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 120. എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം. കോമൺ ലോജിക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ 30 ആണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 150. 150 30 കുറച്ചാൽ 120. ക്ലിയർ ആയില്ലേ? ഇപ്പൊ നോക്കിയാൽ നമുക്ക് ഫസ്റ്റ് ടേമും കിട്ടി, ഫോർത്ത് ടേമും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിനകത്തുനിന്ന് കോമൺ ഡിഫറൻസ് എടുത്തൂടെ? അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഏത് മെത്തേഡ് എടുക്കാം? നമുക്ക് 120ൽ നിന്ന് 30 കുറയ്ക്കുക. 120 മൈനസ് 30 ബൈ 120 എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ടേമാ? 4ാമത്തെ ടേം. അപ്പൊ 4 മൈനസ് 30 എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ടേം? 1ാമത്തെ ടേം. ദാറ്റ് മീൻസ് 120ൽ നിന്ന് 30 കുറച്ചാൽ എത്ര കിട്ടും? 90 ബൈ 4ൽ നിന്ന് കുറച്ചാൽ 3. അപ്പോൾ ആൻസർ എത്ര? 30 എന്ന് കിട്ടും. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 30 ആണ്. ഇവിടെ എത്ര വെച്ച് കൂട്ടി പോകണം? 30ൽ നിന്ന് 30 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 60. 60ൽ നിന്ന് 30 കൂട്ടുമ്പോൾ 90. ഉണ്ടോ? 90ൽ നിന്ന് 30 കൂട്ടുമ്പോൾ 120. ക്ലിയർ അല്ലേ? ഇതാണ് പെയർ മെത്തേഡ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ബാക്കി 2 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്. അപ്പോൾ അരിതമെറ്റിക് സീക്വൻസിൻ്റെ ഏകദേശ രൂപം കഴിഞ്ഞു. ഇനി ഒരു അരിതമെറ്റിക് സീക്വൻസിൻ്റെ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻസ്, അതായത് മൊത്തത്തിലൊന്ന് ചെറുതായിട്ടൊന്ന് പറയുന്ന ഒരു വീഡിയോയും കൂടി ഉണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലോട്ട് പോകാം. ഇനി ഇതിനകത്തുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ആ ഡൗട്ടുകൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് വെച്ച് ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരേക്ക് ബൈ.